വരാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന ഗാഡ്ജറ്റ്സും ഈ പറയുന്ന മീഡിയം ഈ പറയുന്ന ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം വന്നിരിക്കാനായിട്ടുള്ള ഒരു വിളി കൂടിയിട്ടാണ് ഇന്നത്തെ ഈ 3 ദിവസം. അതായത് കൃപാസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കൃപാസനം എന്താണ്? കൃപാസനം കേട്ടിട്ടുണ്ട്. കൃപാസനം എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കൃപ, ഗ്രേസ്. ആസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിപ്പിടമാണ് അല്ലേ? അതുകൊണ്ട് എന്താണ് കൃപയുടെ ഇരിപ്പിടമാണ് കൃപാസനം. ഈ കൃപാസനം എവിടെയാണ്? അത് നമുക്ക് പഴയ നിയമത്തിൽ പോയി നോക്കേണ്ടി വരും. പഴയ നിയമത്തിൽ സമാഗമന കൂടാരമുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഒരു മൂടിയുണ്ട്. ആ മൂടിയാണ് പറയുന്നത് ഈ പറയുന്ന കൃപാസനമാണ്. ഈ സമാഗമന കൂടാരത്തിന്റെ മുകളിൽ ഒരു മൂടി, അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉള്ള ഒരു മൂടിയാണ് അത്. അതിന് ആണ് കൃപാസനം എന്ന് പറയുന്നത്. അതിൻ്റെ 2 സൈഡിലും 2 കെരൂബുകളുണ്ട്. ആ കെരൂബുകൾ മനുഷ്യരെ പോലെ തന്നെയാണ് ഏകദേശം, പക്ഷെ ചിറകുകളുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ഒരു മനുഷ്യന്റെ രൂപം പോലെയാണ് 2. ആ 2 കെരൂബുകൾ മൂടി 2 സൈഡിൽ നിന്നും മൂടി പിടിച്ചിരിക്കുന്ന ഒരു കൃപാസനമാണ് നമ്മൾ കാണുന്നത്. അവിടെ ആകെ കൂടിയിട്ട് പലപ്പോഴും എന്താ പറയുക, പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ പാപപരിഹാരം ബലിയർപ്പിച്ച് ഈ ആടുകളുടെ രക്തം ആ കൃപാസനത്തിൻ്റെ മേലെയാണ് അവിടെ ഒഴിക്കാറ്. അങ്ങനെയാണ് കൃപാസനത്തിന് അവിടെ കാണും. മാത്രമല്ല, പുരോഹിതന്മാർക്ക് പോലും പാപപരിഹാരം ബലി അല്ലാതെ എന്തെങ്കിലും കാരണം അതിൻ്റെ അടുക്കൽ ചെന്നാൽ അവര് കൊല്ലപ്പെടും, അവർ മരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് ഒരാളും അതിൻ്റെ അടുത്ത് ചെല്ലാറില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ് കൃപാസനം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കൃപാസനത്തിൻ്റെ അടുക്കൽ മഹാപുരോഹിതൻ കൊല്ലത്തിൽ ഒരിക്കൽ പാപപരിഹാര ബലിയായി ചെല്ലുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ യാഗം ചെയ്ത മൃഗത്തിൻ്റെ രക്തം കൂടെ ഉണ്ടായിരിക്കണം അവിടെ ഒഴിക്കാനായിട്ട്. അതല്ലെങ്കിൽ അവൻ ഒരുപക്ഷെ മരിച്ചു പോകും. അതാണ് പഴയ നിയമത്തിലെ കൃപാസനത്തിൻ്റെ പ്രത്യേകത. ആ കൃപാസനത്തിൻ്റെ അടുക്കൽ സാധാരണ ഒരു മനുഷ്യനും പോവാറില്ല. മഹാപുരോഹിതനാണ് ഈ കൊല്ലത്തിലൊരിക്കൽ പാപപരിഹാര ബലിയായിട്ട് പോവാറ്. പക്ഷേ ആ പാപപരിഹാര ബലിയായിട്ട് സമർപ്പിച്ച്, അതാണ് പഴയ നിയമത്തിലത്തെ അർത്ഥം, കൃപാസനത്തിൻ്റെ അർത്ഥം. അവിടേക്ക് ഒരാളും പോവാറില്ല. എല്ലാവർക്കും പേടിയാണ് അതിൻ്റെ അടുക്കൽ പോകാനായിട്ട്. പക്ഷെ നമ്മൾ ഇവിടെ വായിക്കുന്നത് ആ കൃപാസനത്തിൻ്റെ അടുക്കൽ വരിക. ലെറ്റ് us draw near. കൃപാസനത്തിൻ്റെ അടുക്കൽ വരിക. ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആ കൃപാസനത്തിൽ തന്നെ മാറ്റം വന്നു. അവിടെ പറയുന്ന പുതിയ നിയമത്തിൽ അവിടെ പാപബലിയായിട്ട് അർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തു അവിടുത്തെ മഹാപുരോഹിതനായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് പുരോഹിതൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് ഇവിടെ കൃപാസനമായിട്ട് ഇരിക്കുന്നത്. അവൻ പാപപരിഹാര ബലിയായിട്ട് അവിടെ അറുക്കപ്പെട്ടു, അവൻ്റെ രക്തം അവിടെ തെളിക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ തന്നെ കൃപാസനമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആത്മധൈര്യത്തോടുകൂടെ ഈ കൃപാസനത്തിൻ്റെ അടുക്കൽ മടങ്ങി വരാൻ. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നതും വായിക്കുന്നതും. ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്കുള്ള ഒരു വിളിയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി നാം ഈ 3 ദിവസം ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തെ വിട്ട് എവിടെ പോയാലും അത് അത്ര നല്ലതായിരിക്കില്ല. നിങ്ങൾ എവിടെ ചെന്നാലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നന്മ മാത്രമേ ഉണ്ടാകൂ. ദൈവത്തെ വിട്ട് നിങ്ങൾ ഓടിപ്പോയാൽ ദൈവവും നിങ്ങൾ ഒരുപക്ഷെ വിട്ടുപോകും. മറിച്ച് ദൈവത്തോട് കൂടെ നിങ്ങൾ എവിടെയൊക്കെ പോയാലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെയൊക്കെ പാപങ്ങളെ മോചിക്കാനായിട്ട് കഴിവുള്ള ഈ കൃപാസനത്തിൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ നമുക്ക് നിത്യരക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു തീം വെച്ച് നാം എന്താണൊക്കെയാണോ കളയേണ്ടത് അതൊക്കെ കളഞ്ഞ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുന്നിൽ, കൃപാസനത്തിൻ്റെ മുന്നിൽ പരിശുദ്ധിയോടുകൂടെ വരാനായിട്ടുള്ള ഒരു ശ്രമം അത് നടത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം.
അത് കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീം അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലത്തെ തീം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ, ചിന്തിക്കാനായിട്ട് പറ്റട്ടെ. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളും ഒക്കെ കുറച്ച് ചിന്തിക്കാനായിട്ട് ഇതൊരു അവസരമാകട്ടെ. കാരണം ഇപ്പം നമുക്ക് ബൈബിള് വായിക്കുന്നവർ വളരെ കുറവാണ്. പ്രാർത്ഥനാ പുസ്തകം എടുത്ത് പ്രാർത്ഥനാ പുസ്തകം വായിക്കുന്ന യുവാക്കളുടെ എണ്ണം ചോദിച്ചാൽ എനിക്കറിയില്ല. കൈവക്കം പറഞ്ഞ് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് വരും. അതുകൊണ്ട് നമുക്കറിയില്ല പ്രാർത്ഥനാ പുസ്തകം വായിക്കുന്നവര്, സങ്കീർത്തനം വായിക്കുന്നവര്, അതുപോലെ ഗാനമാലിക പാട്ടുകൾ പാടുന്നവര്, ഇവരുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരിക. ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത്, നമ്മുടെ ഭാവി എന്താണെന്നാണ്. നമ്മുടെയൊക്കെ സഭയുടെ ഭാവി, നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഭാവി എവിടെ എത്തും എന്നുള്ളൊരു ചോദ്യം ഇതിന്റെ പുറകിലുണ്ട്. ആ ഒരു വേദന കൂടെയാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. കാരണം നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായിട്ട് നമുക്കുണ്ടാക്കി തന്നിരിക്കുന്ന ഈ സഭയും അതുപോലെ തന്നെ ഈ പാരമ്പര്യവും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് മുന്നിലേക്ക് പോകേണ്ടത് മക്കൾ എന്ന രീതിയിൽ, പുത്രന്മാർ എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയിട്ടാണ്. ആ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. 3 ദിവസത്തെ പ്രോഗ്രാം, അത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന കുറേ ഡാൻസും പാട്ടും അതുപോലെ തന്നെ കുറേ ഗ്രൂപ്പ് കളികളും അതുപോലെ ഷെയറിങ് സെഷനും എല്ലാം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളും കൾച്ചറൽ പ്രോഗ്രാംസ് അതൊക്കെ ഉണ്ടായിരിക്കും. കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു പിക്നിക്ക് അതും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ നമ്മുടെ സഭയിലെ യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരാനുള്ള നല്ല ഒരു അവസരമായിട്ട് ഈ യൂത്ത് കോൺഫറൻസ് മാറട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് 2 യുവജന പ്രസ്ഥാനങ്ങളാണ്, മെൻസ് അസോസിയേഷനും അതുപോലെ തന്നെ വിമൻസ് യൂത്ത് അസോസിയേഷൻ. ആ 2 അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് ഞാൻ നേരുന്നു. മാത്രമല്ല, ഇത് സഭയെ സംബന്ധിച്ച് ഇപ്പം അമേരിക്കയിലും ഇറാഖിലും ഒക്കെ യൂത്ത് കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് യൂത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ പോലെ കുട്ടികൾ അപ്പന്മാര് അമ്മമാര് പൈസ തന്നിട്ട് പോകുന്നവരെല്ലാം മറിച്ച് അവർ തന്നെ പണിയെടുത്ത് അവർ തന്നെ അതിനുള്ള യാത്രാ ക്രമീകരണങ്ങൾ നടത്തി അവർ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് അങ്ങനെ വരുന്ന പിള്ളേരാണ് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ രീതിയിൽ നമ്മുടെ കുട്ടികളും വളർന്നു വരേണ്ടതും ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വളർന്ന് വരാനായിട്ട് യൂത്ത് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് വരാനും യുവജനങ്ങൾക്ക് കഴിയണം. കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇങ്ങനെ പള്ളിയായിട്ട് എല്ലാ യൂത്തും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സന്തോഷം നിങ്ങൾ എത്ര പ്രാവശ്യം വീട്ടിൽ പോയിരുന്നാലും നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ പള്ളിയിലുള്ളവരും ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുന്ന ആ ഒരു കൂട്ടായ്മ അത് ആചരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം